ഒരു ദിവസത്തെ യാത്ര പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഇടമാണ് മുത്തങ്ങാവനം. സഞ്ചാരികൾക്ക് ജീപ്പ് സഫാരിയും ഒരുക്കിയിട്ടുണ്ട്. വനം വകുപ്പിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ ജീപ്പ് സഫാരി. കൂടെ ഗൈഡും കാണും. രാവിലെയും വൈകിട്ടുമാണ് സഞ്ചാരികൾക്ക് കാട്ടിലൂടെ ജീപ്പ് സഫാരി നടത്താനാവുക. സമുദ്രനിരപ്പിൽ നിന്നും 6732 അടി ഉയരത്തിൽ ചെങ്കുത്തായ മലനിരകളാണ് ഇവിടുത്തെ ആകർഷണം. ബാണാസുരമല കാവൽ നിൽക്കുന്ന അണക്കെട്ടിലൂടെയുള്ള യാത്ര എപ്പോൾ നടത്തിയാലും പുതുമ നിറഞ്ഞതുമാണ്. കൽപ്പറ്റയിൽ നിന്ന് 20 കിലോമീറ്റർ സഞ്ചരിച്ചാൽ പടിഞ്ഞാറത്തറയിലെത്തും. അവിടെ നിന്ന് അല്പദൂരം പോയാൽ ഡാമായി. ഈ സുന്ദര കാഴ്ച തേടി നിരവധി സഞ്ചാരികൾ എത്തിച്ചേരുന്നുണ്ട്. മാനന്തവാടിയിൽ നിന്നും മൈസൂർ പോകുന്ന വഴിയിലാണ് സഹ്യൻ്റെ ചുവട്ടിലായി ഈ പച്ച പുതച്ച ദ്വീപ്. 950 ഏക്കറോളം വിസ്തൃതിയിൽ കമ്പനി നദിയിൽ ചിതറിക്കിടക്കുന്ന 150ഓളം ചെറുദ്വീപുകൾ ആണ് കുറുവ ദ്വീപുകൾ എന്ന് അറിയപ്പെടുന്നത്. കൽപ്പറ്റയിൽ നിന്ന് 40 കിലോമീറ്ററും ബത്തേരിയിൽ നിന്ന് 34 കിലോമീറ്ററും മാനന്തവാടിയിൽ നിന്ന് 17 കിലോമീറ്ററുമാണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം. കാലവർഷമാണോ എന്നൊക്കെ നോക്കി വേണം കുറുവയിലേക്ക് യാത്ര പുറപ്പെടുവാനായിട്ട്. സാധാരണയായി മഴക്കാലത്ത് ഇവിടെ അടയ്ക്കും. ഇന്ത്യയിലെ തന്നെ ആൾപ്പാർപ്പില്ലാത്ത ഏറ്റവും വലിയ ദ്വീപാണ് ഇത്. ജനവാസം ഇല്ലെങ്കിലും സഞ്ചാരികളുടെ ബഹളം എപ്പോഴും ഇവിടെ കാണാവുന്നതാണ്. വിനോദസഞ്ചാര കേന്ദ്രമാണ് പൂക്കോട്ട് തടാകം. വയനാടിൻ്റെ വാൽക്കണ്ണാടി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഈ തടാകം 3 കുന്നുകൾക്കിടയിൽ ഒരിക്കലും വറ്റാതെ നിറഞ്ഞു നിൽക്കുകയാണ്. തടാകം ചുറ്റിയുള്ള വഴികളിൽ ഇരിപ്പിടങ്ങൾ ധാരാളമുണ്ട്. കൽപ്പറ്റയിൽ നിന്ന് 15 കിലോമീറ്റർ അകലെയാണ് പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്നത്.